ഒരു അനുസരണ ഇല്ലാത്ത സാരി ആയിട്ട് ഇന്നത്തെ. ഇതൊരു ലിനൻ ടിഷ്യൂവിന്റെ ഒരു സാരിയാണ്. ഇതിന്റെ മുന്താണി ഇതുപോലെ ടിഷ്യൂ അടിച്ച് കട്ടിയായിട്ടിരിക്കുന്ന കാരണം എത്ര നമ്മൾ ഒതുക്കി വെച്ചാലും ഇത് ഇങ്ങനെ ഇരിക്കും. ഞാനതൊരു പിൻ ചെയ്തൊക്കെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് സാരിയുടെ വിശേഷം പറയാനല്ല വന്നിരിക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഒന്ന്, നമ്മുടെ ബ്ലൗസിന്റെ ഇവിടെ ഈ ഭാഗത്തുള്ള ചുളിവ് എങ്ങനെ നമുക്കൊന്ന് മാറ്റാം എന്നുള്ളതും. ചില ബ്ലൗസുകൾ നമ്മൾ ഇട്ട് കഴിഞ്ഞാലേ നമ്മുടെ കക്ഷത്തിന്റെ ഇവിടേക്ക് ശരിക്കും കയറില്ല, ഇവിടെ ഭയങ്കര ടൈറ്റ് ആയിരിക്കും. അപ്പൊ അതിന്റെ ഈ ചുറ്റളവ് നമ്മൾ കൂട്ടാനാണ് നമുക്ക് ആകെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷെ നമ്മളത് അഴിച്ചിട്ടാലും ചിലപ്പോൾ അത് കയറണമെന്നില്ല. കാരണം ഈ ഒരു കുഴി ഉണ്ടല്ലോ, അത് ചെറിയ രീതിയിൽ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അത് കയറാതെ തന്നെ ഇരിക്കും. അപ്പൊ അതുകൊണ്ട് ആ രണ്ട് കാര്യങ്ങൾ ഇപ്പൊ ഇങ്ങനെ ശരിക്കും കയറിയിരുന്നാൽ ബ്ലൗസിന് നല്ല ഭംഗിയുള്ളൂ. അപ്പൊ അത് രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഒന്ന് കാണുക കേട്ടോ. ബ്ലൗസിന്റെ കൈക്കുഴിയുടെ ഈ ഭാഗം ചുളിവ് വരുന്നു, അതാണ് നമ്മുടെ ഒരു കാരണം. ഈ ഒരു ഭാഗം ബാക്കും ഫ്രണ്ടും ചുളിവ് വരുന്നു. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് അഴിച്ചെടുത്ത് കാണിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇത് എനിക്കൊരു കുഴപ്പമില്ലാത്ത ബ്ലൗസാട്ടോ, പഴയ ബ്ലൗസ് ആയതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നതാണ്. ഒന്ന്, ഈ ഒരു ചുളിവ് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം നിങ്ങളുടെ തുണിയുടെ ഈ കുറച്ച് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിങ്ങനെ ഷേപ്പ് ചെയ്ത് കുറച്ച് ഭാഗം വെട്ടിക്കളയണം. തുണി കൂടുതലായിട്ടാണല്ലോ. ഇനി നിങ്ങളിത് അഴിച്ച് ഒന്നും എടുക്കണ്ട, കുറച്ച് ചുളിവുള്ളെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തയ്ച്ചിരിക്കുന്ന ആ ഒരു അടിപ്പുണ്ടായിരുന്നല്ലോ ഇവിടെ ജോയിൻറ്റ് ചെയ്തിരുന്ന അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ചൊരു 1/2 ഇഞ്ച് ഒരു 4 ഇഞ്ച് തള്ളി ഇങ്ങനെ ഈ കഷത്തിൻ്റെ ഈ അടുപ്പിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് യോജിപ്പിച്ചാൽ മതി. അപ്പോൾ ഒരു പരിധി വരെയൊക്കെ ചുളിവ് നിൽക്കും. എന്നിട്ടും ചുളിവ് പോണില്ലെങ്കിലാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞു തരുന്നത്. നമ്മൾ കുറച്ച് തുണി ഇവിടുന്ന് വെട്ടുന്നു, അതുപോലെ തന്നെ കുറച്ച് നമ്മൾ ഇവിടുന്നും ഒന്ന് വെട്ടിക്കളയാം. അപ്പോൾ ഈ രണ്ട് ഭാഗത്തുനിന്നും കുറച്ച് വെട്ടിക്കൊണ്ട് അടിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിരിക്കും. അതുപോലെ തന്നെ ബാക്കിലും ചെയ്യണം കേട്ടോ. ബാക്കിൽ ഇതുപോലെ തന്നെ ചിലപ്പോൾ ഈ കൈ വെട്ടിയിരിക്കുന്നുണ്ടല്ലോ, ഇത് ചിലർ ഇതിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് ഇങ്ങോട്ട് എടുക്കും. ഇങ്ങനെ വളച്ച് പോലെ വളയ്ക്കണ്ട. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് അധികം വളയ്ക്കാതെ ഇങ്ങനെ എടുക്കുമ്പോഴാണ് നമ്മുടെ പുറം ഭാഗത്തൊക്കെ നല്ല കറക്റ്റായിട്ട് ഫിറ്റായിട്ട് നിൽക്കുള്ളൂ. കുറച്ച് ടൈറ്റായിട്ട് നിന്നാലാണ് അതൊരു ഭംഗിയുള്ളൂ. അതുപോലെ കൈക്കുഴി വെട്ടുമ്പോഴും നമ്മളിങ്ങനെ കുറേ എന്താ പറയുക, ഇങ്ങനെ ഇവിടുന്ന് ഒട്ടും കളയാണ്ട് ഇങ്ങനെ ഇടുമ്പോൾ ഇവിടെ തുണി കൂടുതലുണ്ടാകുമ്പോഴും അങ്ങനെ ലൂസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇതേപോലെ ഒരല്പം ചുളിവ് മാറാൻ വേണ്ടി ഇതിങ്ങനെ ഒന്ന് വെട്ടാം. ഈ ഒരു വശം വെട്ടണം, ഈ ഒരു വശം വെട്ടണം കേട്ടോ. വെട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിങ്ങനെ അടിച്ചെടുത്തിട്ട് നമുക്ക് യോജിപ്പിച്ചാൽ മതി. കഷത്തിൻ്റെ ഭാഗത്ത് വേറെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ അളവിൽ തന്നെ അടിച്ചു പോരാം. ഇനി അടുത്തൊരു ടിപ്പെന്ന് പറയുന്നത്, നമുക്ക് ഇവിടെ വണ്ണം ഇല്ല, ഇവിടെ നമുക്ക് കക്ഷം കയറുന്നില്ല. കൈ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി പകുതി എത്തും, അണ്ട് കൈയുടെ നല്ല വണ്ണമുള്ള ഭാഗത്ത് എത്തുമ്പോൾ കയറാതിരിക്കുന്നൊരു ഭാഗം ഒരു സംഭവം വരുന്നുണ്ട്. എന്നാൽ അഴിച്ചിടാൻ തുണിയില്ല, അഴിച്ചിട്ടിട്ടും ശരിയാവണമെന്നില്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ നമ്മുടെ ഈ ഭാഗത്ത് ചുളിവ് മാറാനാണ് കേട്ടോ ഇത്രയും ഇത് ചെയ്തത്. ഇനി നമ്മൾ ചെയ്യാൻ പോണത്, നമുക്ക് കുറച്ച് ഇങ്ങനെ വണ്ണം കിട്ടാൻ വേണ്ടി സ്പേസ് കിട്ടണം തുണിയിൽ. അതിനുവേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇതുപോലെ തന്നെ ഇവിടേക്ക് ചരിച്ചിട്ട് വെട്ടാം. വേണ്ട, ഇങ്ങനെയാണ് വെട്ടാം. അപ്പോൾ ഇതിനേലെന്ന ഒരു ഏരിയ കുറച്ച് കൂടുതൽ കിട്ടും. അത് ഈ ഭാഗവും ഫ്രണ്ടും അങ്ങനെ തന്നെ ചെയ്യണം. എന്നിട്ട് ഫ്രണ്ട് ഭാഗം ഒരല്പം കുഴിച്ചൊക്കെ എടുക്കണം കേട്ടോ. ഫ്രണ്ട് ഭാഗം നമ്മുടെ കൈക്കുഴിയുടെ ഫ്രണ്ട് ഭാഗം കുറച്ച് കുഴിച്ചെടുത്താൽ ആ കൂടുതൽ ചുളിവുള്ളതൊക്കെ മാറും. അതുപോലെ തന്നെ നമ്മുടെ ബോഡി പാർട്ടും ഇതേപോലെ വെച്ചിട്ട് നമ്മൾ ഈ കൈക്കെടുത്ത അളവുണ്ടല്ലോ, ഈ അളവ് നമ്മളിപ്പോൾ വണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് അതേ അളവിൽ തന്നെ വയ്ക്കുക. അളവിൽ തന്നെ വെച്ചിട്ട് നമുക്കിത് എവിടെയാണോ കിട്ടിയിരിക്കുന്നത് അത് തന്നെ ബോഡിയിലും അടയാളപ്പെടുത്തുക. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ കൈക്ക് നമ്മൾ കുറച്ച് ഏരിയ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം ഇതുപോലെ വരച്ചു, അത് വെട്ടിയെടുക്കുന്ന പോലെ തന്നെ ഇതും വെച്ചിട്ട് അതേ ഭാഗത്തേക്ക് നമ്മൾ കുറച്ച് ഏരിയ കൂട്ടുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ വരും. അപ്പോൾ നമ്മളത് കുറച്ച് കൂടുതൽ ഇങ്ങോട്ട് എടുത്ത് നോക്കിയാൽ, നിങ്ങളതൊന്ന് വെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് എത്ര ഏരിയ കിട്ടുന്നുണ്ടെന്ന്. കണ്ടോ, ഇത്രയും നമ്മൾ ഇങ്ങനെ വെട്ടുകയാണ്. ഈ ഒരു റാ പോലത്തെ ഷേപ്പിലല്ല, ഇങ്ങനെ തന്നെ വെട്ടിക്കോ. എന്നിട്ട് നമ്മൾ ഈ ഫ്രണ്ട് ബോഡിയുടെ പാർട്ടിൽ ഫ്രണ്ട് കൈയുടെ ഭാഗവും യോജിപ്പിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ ഒരു ഇതുണ്ടല്ലോ, ഈ ഭാഗം വണ്ണം അതിനെ കുറച്ച് കൂടുതൽ കിട്ടും. അത് തയ്ച്ച് കഴിഞ്ഞാലാണ് ഇത് വെട്ടിക്കളഞ്ഞ് അടിച്ച് കഴിയുമ്പോഴാണ് അത് കറക്റ്റായിട്ട് കിട്ടുക. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് തയ്ച്ച് കിട്ടിയ ബ്ലൗസുകൾക്കാണ് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത്. തയ്ക്കുന്നതിന് മുമ്പാണെങ്കിൽ നിങ്ങൾക്കിങ്ങനെ കൂടുതൽ ഏരിയയൊക്കെ വേണ്ട
അപ്പോൾ നമ്മളിങ്ങനെ വെട്ടിക്കളഞ്ഞ് അടിക്കുമ്പോൾ ഇതിൻ്റെ ഇറക്കം കുറയില്ല എന്നുള്ളൊരു ചോദ്യം നിങ്ങളിൽ വരാം. പക്ഷേ അങ്ങനെ ഇറക്കം കുറയില്ല, കാരണം നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്നല്ല ഇറക്കം കുറച്ചിരിക്കുന്നത്, നമ്മുടെ കൈക്കുഴിയുടെ അവിടെ നിന്നാണ് കേട്ടോ. അപ്പോൾ ഈ ടിപ്സ് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടം അറിയിക്കണം. ഉപകാരപ്രദമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.